ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും കഥക്കൂട്ട് ടേഴ്സിലേക്ക് സ്വാഗതം. മഹാഭാരത കഥയിൽ ദുഷ്യന്തന്റെയും ശകുന്തളയുടെയും കഥയാണ് ഇന്ന് കേൾക്കുവാൻ പോകുന്നത്. യയാതിയുടെ പുത്രനായിരുന്നു പുരു. അദ്ദേഹത്തിന്റെ വംശപരമ്പരയിൽ അനേകം രാജാക്കന്മാരുണ്ടായിരുന്നു. അതിൽ വളരെ പ്രധാനിയായ രാജാവായിരുന്നു ദുഷ്യന്തൻ. ഒരു നാൾ നായാട്ടിനായി അദ്ദേഹം പടയുമൊത്ത് കാട്ടിലെത്തി. സൈനികർ കാട് ഇളക്കി മറിച്ചു. പരിഭ്രാന്തരായി ഇളകിപ്പായുന്ന മൃഗങ്ങൾ ആയുധങ്ങളേറ്റ് വീണ് ചത്തു. ആനകളും വ്യാഘ്രങ്ങളും മാനുകളും അലറിപ്പാഞ്ഞും പക്ഷികൾ പേടിച്ച് ചിറകടിച്ചുയർന്നും ചാകുന്നവയുടെ ദീനനാദം മുഴങ്ങിയും ഭയങ്കരമായി തീർന്നു ആ രംഗം. രാജാവാകട്ടെ ഒറ്റയ്ക്ക് വേട്ടയാടി അടുത്ത കാട്ടിലേക്ക് കയറി. അവിടെ ചെന്നപ്പോൾ മനം കുളിർപ്പിക്കുന്ന ഒരു തപോവനം അദ്ദേഹത്തിന് കാണായി. പച്ച പുൽത്തകടികളും പൂമരങ്ങളും പക്ഷി മൃഗാദികൾ ഇണങ്ങിയ ആ മനോഹര ദേശത്തെ അദ്ദേഹം നോക്കിക്കണ്ടു. അവിടെ പുല്ലുമേഞ്ഞ ഒരു ആശ്രമം കാണായി. അതിനെ പ്രദക്ഷിണം ചെയ്ത് മാലിനി നദി മധുരഗാനം പാടി ഒഴുകുന്നു. ആ നദിയുടെ മാറിലൂടെ പൂക്കൾ ഒലിച്ചു നീങ്ങുന്നു. കരയിൽ ചക്രവാക പക്ഷികൾ കളിയാടുന്നു. ആനയും പുലിയും പാമ്പും കുരങ്ങും ഇണക്കത്തോടെ ആ നദിയിലിറങ്ങി വെള്ളം കുടിക്കുന്നു. നദീതീരത്തിൽ മുനിമാരുടെ വേദോച്ചാരണം കേൾക്കുന്നു. അദ്ദേഹം ആഹ്ലാദത്തോടെ ആ ആശ്രമത്തിലേക്ക് കയറി ചെന്നു. ആരെയും കാണാഞ്ഞ് മേഘഗംഭീര സ്വരത്തിൽ "ഇവിടെ ആരുണ്ട്?" എന്ന് ചോദ്യം ചെയ്തു. ആ ശബ്ദം കേട്ട് ലക്ഷ്മി ദേവി പോലൊരു പെൺകിടാവ് ഇറങ്ങി വന്നു. മരവുരി ഉടുത്തവൾ, കരിമീൻ മിഴികൾ ഇളകുന്നവൾ, മിന്നൽക്കൊടി പോലെ ശോഭിക്കുന്നവൾ ആ മനോഹരിയായ കന്യക രാജാവിനെ വന്ദിച്ച് സ്വാഗതമോദി. കാൽ കഴുകാൻ ജലവും ഇരിക്കാൻ ഇരിപ്പിടവും ക്ഷീണമകറ്റാൻ പാനീയവും നൽകി. ആ സുന്ദരിയെ കണ്ട് രാജാവ് കൗതുകം പൂണ്ടു. "ഭദ്രേ, നീ ആരാണ്?" എന്ന രാജാവിന്റെ ചോദ്യം കേട്ട് ആ കന്യക മധുരമായി മറുപടി പറഞ്ഞു. "കണ്ണുമഹർഷിയുടെ മകളായ ശകുന്തളയാണ് ഞാൻ. അച്ഛൻ ഇവിടെ ഇല്ല. അവിടുന്ന് ആരണ്യവാസികളായ ഞങ്ങളുടെ സൽക്കാരം സ്വീകരിച്ച് വിശ്രമിച്ചാലും നീ മഹർഷിയായ കണ്ണുന്റെ മകളായതെങ്ങനെ?" രാജാവിന്റെ ചോദ്യത്തിന് ശകുന്തള മന്ദഹാസത്തോടെ തന്റെ ജന്മകഥ പറഞ്ഞു. പണ്ട് വിശ്വാമിത്ര മഹർഷി ഉഗ്ര തപസ്സിൽ മുഴുകി. അത് കണ്ട് ദേവേന്ദ്രൻ പരിഭ്രാന്തനായി. ഇന്ദ്രപദം നഷ്ടപ്പെടുമെന്ന് ഭയന്ന രാജാവ് മഹർഷിയുടെ തപസ് മുടക്കുവാൻ വഴികൾ ആരാഞ്ഞു. ഇന്ദ്രൻ അപ്സര നർത്തകിയായ മേനകയെ മഹർഷിയുടെ തപസ് മുടക്കുവാനായി നിയോഗിച്ചു. കാമദേവനും കുളിർകാറ്റും അവൾക്ക് അകമ്പടി ചെന്നു. മുനിസന്നിധിയിൽ ചിലങ്കയുടെ മധുരധ്വനിയും മംഗല സംഗീതവും മുഴങ്ങി. എന്തിനധികം പറയുന്നു, വിശ്വാമിത്ര മഹർഷിയുടെ മനം ചലിച്ചു. കണ്ണുകൾ തുറന്നു. തപസ്സു മറന്ന് സർവാംഗസുന്ദരിയായ മേനകയുടെ പിന്നാലെ അദ്ദേഹം നടകൊണ്ടു. വിശ്വാമിത്രന് മേനകയിൽ ജനിച്ച മകളത്രേ ശകുന്തള. പ്രസവിച്ച ഉടൻ തന്നെ അപ്സരസായ അമ്മ കുഞ്ഞിനെ കാട്ടിൽ ഉപേക്ഷിച്ചിട്ട് സ്വർഗത്തിലേക്ക് പോയിക്കളഞ്ഞു. നിസ്സഹായിയായ ആ ചെറു ശിശുവിനെ കാട്ടിലെ കിളികൾ പ്രേമത്തോടെ സംരക്ഷിച്ചു. പൂജയ്ക്ക് പുഷ്പങ്ങൾ തേടി ആ കാട്ടിലെത്തിയ കണ്ണുമഹർഷി കിളികളാൽ ചുറ്റപ്പെട്ട് മരച്ചുവട്ടിൽ കൈകാലുകളിലേക്ക് കളിച്ചുകൊണ്ട് കിടക്കുന്ന അമ്പിളിക്കല പോലുള്ള ആ കുഞ്ഞിനെ കണ്ട് അത്ഭുതപ്പെട്ടു നിന്നു. കിളികൾ കുഞ്ഞിനെ മഹർഷിയെ ഏൽപ്പിച്ചു. ശകുന്തങ്ങൾ വളർത്തിയ ആ കുഞ്ഞിനെ മഹർഷി ശകുന്തള എന്ന് പേരിട്ടു തന്റെ മകളായി വളർത്തി. ഇക്കഥ കേട്ട ദുഷ്യന്ത രാജാവ് സന്തോഷത്തോടെ പറഞ്ഞു, "കല്യാണി, പൗരവന്മാരുടെ മനസ്സ് ചേരേണ്ടിടത്ത് മാത്രമേ ചേരുകയുള്ളൂ. നിന്നെ ഞാൻ വരിക്കുന്നു. ആഴിചൂഴ്ന്ന ഊഴിയുടെ റാണിയായി നീ എന്നോടൊപ്പം കൊട്ടാരത്തിൽ വാഴുക." അച്ഛൻ വന്ന് തന്നെ നൽകട്ടെ എന്ന് പറഞ്ഞു നോക്കിയെങ്കിലും ദുഷ്യന്തൻ ഗാന്ധർവിവാഹത്തിന് അവളെ നിർബന്ധിച്ചു. വധൂവരന്മാരുടെ ഇഷ്ടപ്രകാരം നടത്തുന്ന വിവാഹമാണ് ഗാന്ധർവം. തങ്ങൾക്കുണ്ടാകുന്ന പുത്രനെ യുവരാജാവ് ആക്കണമെന്ന് ശകുന്തള ആവശ്യപ്പെട്ടു. അങ്ങനെ ആകട്ടെ എന്ന് രാജാവ് സത്യം ചെയ്തു. കാട്ടിലെ കിളികളും വനവൃക്ഷങ്ങളും വല്ലികളും മാത്രം കാണുകെ രാജാവ് ശകുന്തളയെ വിവാഹം ചെയ്തു. സന്തോഷത്തോടെ അവർ ഒന്നിച്ചു വാണു. ചില നാൾ കഴിഞ്ഞ് തിരികെ പോരാൻ നേരത്ത് ദുഷ്യന്തൻ ശകുന്തളയോട് ഇങ്ങനെ പറയുകയുണ്ടായി. ശകുന്തളയെ കൂട്ടിക്കൊണ്ടു പോകുവാൻ തന്റെ ചതുരംഗപ്പടയെ അയക്കുമെന്നും അതുവരെ പൊറുക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. ദുഷ്യന്തൻ നാട്ടിലേക്ക് മടങ്ങി വന്ന കണ്ണുമഹർഷി ശകുന്തളയുടെ ഗാന്ധർവിവാഹം അറിഞ്ഞ് സന്തുഷ്ടനായി. അവളെ അനുഗ്രഹിച്ചതേയുള്ളൂ, അവളിൽ കോപിച്ചില്ല. മാസങ്ങൾ ഏറെ കഴിഞ്ഞു. ശകുന്തളയ്ക്ക് സർവ്വ ലക്ഷണങ്ങളും തികഞ്ഞ ഒരു പുത്രൻ ജനിച്ചു. ആ കുട്ടി ആശ്രമത്തിൽ കളിച്ചു നടന്നു.
സമർത്ഥനായ അവന് സർവദമനൻ എന്ന പേരിട്ടു. ഇത്രയും കാലമായിട്ടും ഭർത്താവ് തന്നെ കൊണ്ടുപോകാൻ ആളയക്കാഞ്ഞ് ശകുന്തള ദുഃഖാർത്തയായി. പുത്രിയുടെ ദുഃഖം കണ്ട മഹർഷി ശിഷ്യന്മാരെ കൂട്ടി ശകുന്തളയെ പുത്രസമേതം രാജധാനിയിലേക്ക് അയച്ചു. ശകുന്തള കണ്ണുനീരോടെ താൻ വളർന്ന ആശ്രമത്തിനോടും കാടിനോടും വിട പറഞ്ഞു. ഉദയസൂര്യന് തുല്യനായ കുമാരന്റെ കൈ പിടിച്ച് നടന്നു വരുന്ന അപ്സരതുല്യയായ സുന്ദരിയെ കണ്ട് നഗരവാസികൾ അമ്പരന്ന് നോക്കി നിന്നു. കൊട്ടാരത്തിലെത്തിയ ശകുന്തളയെ ദുഷ്യന്തൻ അറിഞ്ഞതായി നടിച്ചില്ല. എന്താണ് നിനക്ക് വേണ്ടത്? ഗൗരവത്തോടെ രാജാവ് ശകുന്തളയോട് ചോദിച്ചു. ശകുന്തള അമ്പരന്നു. അവൾ പറഞ്ഞു, മഹാരാജാവേ, ഇതാ അങ്ങയുടെ പുത്രൻ. അവനെ കൈക്കൊണ്ടാലും എനിക്കുണ്ടാകുന്ന മകന് യുവരാജ പദവി നൽകാമെന്ന് കണ്ണാശ്രമത്തിൽ വെച്ച് അങ്ങ് ചെയ്ത ശപഥം ഓർമ്മിച്ചാലും. എന്നാൽ ദുഷ്യന്തന്റെ മറുപടി ഇപ്രകാരമായിരുന്നു. രാജസഭയിൽ വന്ന് അസത്യം പറയുന്ന ദുഷ്ടയായ താപസി, നിന്നെ ഞാൻ അറിയുന്നില്ല. നിനക്ക് പോകാം. ഈ കഠിന വാക്കുകൾ കേട്ട് പൊട്ടിക്കരഞ്ഞ് മോഹിച്ച് നിശ്ചേഷ്ടയായി ഏറെ നേരം അവൾ നിന്നു. പിന്നീട് കോപത്തോടെ അവൾ രാജാവിനെ നോക്കിക്കൊണ്ട് ഇപ്രകാരം പറഞ്ഞു. രാജാവേ, അറിഞ്ഞുകൊണ്ട് അങ്ങ് ഇങ്ങനെ അറിയാത്ത പോലെ പറയുന്നതെന്താണ്? നിന്റെ ഹൃദയത്തിനുള്ളിലിരിക്കുന്ന നാരായണൻ ഇതിന് സാക്ഷിയായുണ്ട്. ശുദ്ധയും പതിവ്രതയും പുത്രവതിയുമായ പത്നിയെ നിന്ദിച്ചാൽ ദുഷ്യന്ത നീ നശിക്കും. ഭാര്യ സഖിയും ഗുരുവുമാണ്, സദ്ഗതിയാണ്. ഈ ലോകത്തിലും പരലോകത്തിലും അവൾ പിരിയുകയില്ല. അതുകൊണ്ടാണ് വിവാഹ മുഹൂർത്തത്തിൽ വധൂവരന്മാർ പാണിഗ്രഹണം നടത്തുന്നത്. എന്തെല്ലാം പറഞ്ഞിട്ടും ദുഷ്യന്തന്റെ മനസ്സ് ഇളകിയില്ല. അപമാനിതയായ ശകുന്തള രാജസഭയിൽ നിന്ന് ഇറങ്ങി. പെട്ടെന്ന് ആകാശത്ത് നിന്ന് അശരീരി മുഴങ്ങി. ദുഷ്യന്ത മഹാരാജാവേ, മകനെയും പത്നിയെയും സ്വീകരിച്ച് ആദരിച്ചാലും ഈ ശകുന്തളയുടെ പുത്രൻ നിന്റെ സന്തതിയാണ്. ശകുന്തളയുടെ വാക്കുകൾ സത്യമത്രേ. സ്വന്തം പുത്രനെ സ്വീകരിക്കുക. അവൻ ഭരതൻ എന്ന പേരിൽ കീർത്തിമാനായ ചക്രവർത്തിയായി തീരും. ഈ അശരീരി കേട്ട് സന്തുഷ്ടനായ രാജാവ് സഭാവാസികളോട് പറഞ്ഞു, ഇതാ നിങ്ങളുടെ ശങ്ക തീർക്കാൻ വേണ്ടിയാണ് ഞാൻ ഇവരെ സ്വീകരിക്കാതിരുന്നത്. ദേവവാക്യത്തിൽ ശുദ്ധി പൂണ്ട ഇവരെ ഞാൻ കൈക്കൊള്ളുന്നു. രാജാവ് പുത്രനെ മാറോടണച്ച് പുണരുകയും ശകുന്തളയെ സ്വാന്തനിപ്പിക്കുകയും ചെയ്തു. ദുഷ്യന്തന്റെയും ശകുന്തളയുടെയും പുത്രനായ ഭരതൻ ഏറെക്കാലം ഈ രാജ്യം ഭരിച്ചു. കീർത്തിമാനായ ഭരതൻ ഭരിച്ചതിനാലാണ് ഈ രാജ്യത്തിന് ഭാരതം എന്ന പേര് വന്നത്. കൂട്ടുകാരെ, നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടമായോ? ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക് തരണം കേട്ടോ. അടുത്ത കഥയുമായി വരുന്നത് വരെ ബൈ.